രണ്ട് വേരിയേഷൻ ഓഫ് ഫോർ ലൂപ്പ് നോക്കി, അതിൻ്റെ എക്സാമ്പിൾസ് നോക്കി. കൂടുതൽ എക്സാമ്പിൾസിലേക്ക് പോകുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അതിന് മുന്നേ സെക്കൻഡ് ലൂപ്പിംഗ് സ്ട്രക്ചർ ആയ വൈൽ ലൂപ്സ് എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു വേരിയബിൾ അതിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ ഒരു ഐറ്ററബിൾ ഒബ്ജക്റ്റിലൂടെ ട്രാവേഴ്സ് ചെയ്യുന്നതിനനുസരിച്ചോ ഒക്കെയാണ് ഒരു ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുക. വൈൽ ലൂപ്പ് അങ്ങനെയല്ല, ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തോ എന്നാണ് നോക്കുന്നത്. അതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. കണ്ടീഷൻ എന്താണ്, നമ്മൾ ഇഫ് പഠിച്ചിരുന്നു, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 10 ഡു സംതിങ്, അല്ലെങ്കിൽ ഇഫ് എക്സ് ലെസ് ദാൻ 10 ഡു സംതിങ്. അപ്പോൾ ഈ എക്സ് ഗ്രേറ്റർ ദാൻ 10 അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ 10, അപ്പോൾ എക്സ് ഈക്വൽ 10, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇതൊക്കെയാണ് പൈത്തണിൽ കണ്ടീഷൻസ് എന്ന് പറയുക. ഈ ഡബിൾ ഈക്വൽ ടു എന്താ, എക്സ് 10 ഈക്വൽ ആണോ എന്ന് ചോദിക്കുകയാണ്. ഈ എക്സ് ഈക്വൽ 10 എക്സ് ഈക്വൽ ടു 10 തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈത്തണിൽ ഇതൊരു കണ്ടീഷനാണ്, ചോദിക്കുകയാണ് നമ്മൾ പൈത്തണിനോട്, കമ്പൈലറിനോട് ചോദിക്കുകയാണ് 10 എക്സിനോട് ഈക്വൽ ആണോ നമ്മൾ ചോദിക്കുകയാണ്. അതല്ല എക്സ് ഈക്വൽ ടു 10 ആണെങ്കിൽ എന്താ, അതൊരു ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എക്സിന് 10 എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ കൊടുക്കുകയാണ്, 10 എക്സ് 10 ആണ് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. സോ അതാണ് എക്സ് ഈക്വൽ ടു 10 എക്സ് ഈക്വൽ ടു 10 പൈത്തണിൽ വരുന്ന ഡിഫറൻസ്. സോ എനിവേസ് ഇത്രയുമാണ് പൈത്തണിലെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. വൈൽ ലൂപ്പ് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനാണ് യൂസ് ചെയ്യുക. സിൻടാക്സ് നമുക്ക് നോക്കാം. വൈൽ കണ്ടീഷൻ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, ഇത്രയേ ഉള്ളൂ. ഈ കണ്ടീഷൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വേരിയബിൾ ഒക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ ആ വേരിയബിൾ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ലൂപ്പ് വേരിയബിൾ ഏതാണോ, ഇവിടെ നമ്മുടെ ലൂപ്പ് വേരിയബിൾ എന്തായിരുന്നു, ഈ വേരിയബിൾ, ഇവിടെ വരുന്ന വേരിയബിൾ അല്ലെങ്കിൽ ഇവിടെ വരുന്ന വേരിയബിൾ ഒക്കെയായിരുന്നു നമ്മുടെ ഫോർ ലൂപ്പിലെ വേരിയബിൾ. അതിന് ഇനിഷ്യലൈസേഷൻ ഇവിടെ തന്നെയായിരുന്നു വർക്ക് ചെയ്യും. സ്റ്റാർട്ട് കൊടുത്തപ്പോഴാണ് അത് ഇനിഷ്യലൈസ്ഡ് ആയത്, അല്ലെങ്കിൽ ഐട്രബിൾ കൊടുത്തപ്പോൾ ഐട്രബിളിൻ്റെ ഫസ്റ്റ് വാല്യൂ ആയിരുന്നു ഇതിൻ്റെ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പക്ഷേ വൈൽ ലൂപ്പിൽ അങ്ങനെ സംഭവം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി അതിന് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ലൂപ്പ് വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തു, വൈൽ ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ കണ്ടീഷൻ ചോദിച്ചു, ഉള്ളിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സും എഴുതി. എന്തൊക്കെ ചെയ്യേണ്ടത്, ഒരു കാര്യം നമ്മൾ നോക്കണം, ഈ കണ്ടീഷൻ എപ്പോഴെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ലൂപ്പ് വേരിയബിൾ അപ്ഡേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ അതിന് അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമ്മൾ സിൻടാക്സിലുണ്ട്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, ഇതാണ് ഒരു വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കാണിക്കുക, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ പറയാണ്, എൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 10 ആണ്. വൈൽ കൗണ്ട് ലെസ് ദാൻ 20 പ്രിന്റ് കൗണ്ട്. ഐ തിങ്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൗണ്ട് എന്ന വേരിയബിളിനെ ഞാൻ 10 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. ആ കൗണ്ട് 20-ന് താഴെ ആകുന്നവരെ എൻ്റെ ലൂപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കും. ലൂപ്പിൻ്റെ ഉള്ളിൽ ഞാൻ കൗണ്ടിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇത് റൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, 10 അങ്ങനെ പ്രിന്റ് ആയിക്കൊണ്ടിരിക്കുക. ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ ഉള്ളതുപോലെ തന്നെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവില്ല, നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കണം. സോ അതിനായിരുന്നു ഞാൻ പറഞ്ഞ ഈ അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യം. കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. ഇപ്പം അത് ഓക്കെയാണ്. ഇവിടെ ഇനിഷ്യലൈസ് ചെയ്തു, കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു, 10 20-നേക്കാൾ ലെസ് ആണ്, കൗണ്ട് പ്രിന്റ് ചെയ്തു, കൗണ്ടിൻ്റെ വാല്യൂ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു, കൗണ്ടിൻ്റെ വാല്യൂ 11 ആയി. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അൺടിൽ കൗണ്ട് 19 ആവുന്നത് വരെ. 20 ആവില്ല, 19 വരെ പോകുള്ളൂ, കാരണം ലെസ് ദാൻ ആണ് കൊടുത്തിരിക്കുന്നത്. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, 10 to 19 പ്രിന്റ് ആയി. ഇനി ഒരു കാര്യം കൂടി പറയാം. നേരത്തെ ഈ 10 ഇങ്ങനെ നിൽക്കാണ്ട് റൺ ആയിക്കൊണ്ടിരുന്നില്ല, അപ്പം അതിനാണ് ഇൻഫിനിറ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. ഒരു ലൂപ്പ് ഇൻഫിനിറ്റ് ടൈംസിലേക്ക് റൺ ചെയ്യുന്നതിനാണ് ഇൻഫിനിറ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. അതിന് ഒരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ ഉണ്ടാകുമെങ്കിലും ആ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ ഒരിക്കലും മീറ്റ് ചെയ്യില്ല. അതിനൊരു എക്സാമ്പിൾ അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാതെ വരുന്നതൊക്കെയാണ്.
സോ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ് ഇത്രയേ ഉള്ളൂ. ഐ തിങ്ക് മനസ്സിലായെന്ന് വിചാരിക്കണം.